ഡാറ്റ വിവാദത്തിൽ സർക്കാരിന് ഹൈക്കോടതി തിരിച്ചടിയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ നിന്ന് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത്. നവകേരള സർവേയിൽ സർവേ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്താണ് തെറ്റ് സർവേയിൽ എന്നാണ് കോടതി ചോദിച്ചത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടുന്നതിൽ തെറ്റില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്. PR സുനിലാണ് ചേരുന്നത് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുനിൽ, തീർച്ചയായും ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം സർവേകൾ സർക്കാരിനാകാം, പക്ഷേ അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ വാദം. ഏതായാലും ഹൈക്കോടതിയുടെ ഈ വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. വലിയ ആശ്വാസം എന്ന് തന്നെ കരുതണം. ഇന്നിപ്പോൾ ഡാറ്റ വിവാദത്തിൽ തിരിച്ചടി നേരിട്ട സമയത്താണ് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം എന്നതുകൂടി ശ്രദ്ധേയമാണ്. വിനീത, തീർച്ചയായും രാഷ്ട്രീയ ലാക്കോടെയാണ് സംസ്ഥാന സർക്കാർ ഈ സർവേ നടത്തുന്നത് എന്നാണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ എതിർകക്ഷിക്കാർ ചൂണ്ടിക്കാണിച്ചത്. സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തടസ്സ ഹർജി നൽകി KSU നേതാക്കളും സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു സർവേ നടത്തുന്നത്. ഇതിനായി ജനങ്ങളുടെ നികുതി പണമാണ് സംസ്ഥാന സർക്കാർ പാഴാക്കുന്നത് എന്നാണ് പ്രധാനമായും ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിനീത പറഞ്ഞതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവിടുന്ന സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ജനങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൂടാ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം CPIM ഈ വിഷയത്തിൽ ഇറക്കിയ ഒരു നിർദ്ദേശം സംബന്ധിച്ചായിരുന്നു. നേരത്തെ ഹൈക്കോടതി ഉത്തരവിൽ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുൻപേ പാർട്ടി ഘടകം ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കി എന്നത് ഇത് ഒരു അസാധാരണ സംഭവമായി സുപ്രീം കോടതി കാണുന്നില്ല. ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു, എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും വലിയ ആശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി പ്രതിപക്ഷം നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു ഈ കേസ് എന്ന് പറയുന്നത്. ആ നിലയിൽ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയും ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവിലൂടെ ഉണ്ടാവുകയാണ്. ശരി, ഏതായാലും ഹൈക്കോടതിയിൽ ഇന്ന് സർക്കാരിനാണ് തിരിച്ചടി നേരിട്ടതെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രതിപക്ഷത്തിനാണ് തിരിച്ചടി ഉണ്ടായത്. PR സുനിലും ശ്യാം ദേവരാജും ഒപ്പം റഹീസ് റഷീദും TV പ്രസാദും എല്ലാം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി കോടതി